Today is a very proud moment for all of us. Today we have our Aspire Defense Academy's this year's All India rank MNS 2025 All India rank holder, All India rank of 190 achiever Ligia Benny with us. Welcome, Ligia. Welcome to Thank you, Aspire sir. Defense. Okay. Ligia, so this is an fantastic year for Aspire Defense Academy. We produced a lot of All India rank starting from 5, and you are a proud achiever of our academy with an All India rank of 190. So, Ligia, റിസൾട്ട് അറിഞ്ഞ ആ ഒരു നിമിഷത്തെ എങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നു? ഞാൻ റിസൾട്ട് അറിഞ്ഞ സമയത്ത് ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതായത് ഞാൻ ഇതെന്റെ തന്നെ റെഫറൻസ് നമ്പർ ആണോ എന്ന് ഒന്ന് ഉറപ്പുവരുത്താൻ കുറച്ച് കഷ്ടപ്പെട്ടു. ആൻഡ് അതിനുശേഷം ഞാൻ ഓക്കെ ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഓക്കെ, ലിജിയ, ഞാൻ മനസ്സിലാക്കുന്നത് ലിജിയ വയനാടിൽ നിന്നാണ്. ലിജിയയുടെ ഫാമിലിയെ കുറിച്ചൊന്ന് പറയാമോ? എവിടെ നിന്നാണ് വരുന്നത്, ഫാമിലിയിൽ ആരൊക്കെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ? ഞാൻ വയനാട് പടിഞ്ഞാറത്തറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. എന്റെ ഫാമിലിയിൽ എന്റെ വീട്ടിൽ ഞാൻ, പപ്പ, അമ്മ, പിന്നെ എന്റെ 3 ബ്രദേഴ്സ്, ഇത്രയും പേരാണ്. പപ്പ ഇലക്ട്രീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു, അമ്മ ഹൗസ് വൈഫാണ്. ഓക്കെ, ലിജിയയുടെ റിപ്പീറ്റർ ആണ്. നീറ്റ് റിപ്പീറ്റർ ആണ്. ലിജിയയുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എവിടെയാണ്? ഗവൺമെന്റ് സ്കൂളിലാണോ പഠിച്ചത്? എന്തായിരുന്നു പഠന വിഷയങ്ങൾ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയാം. ഞാൻ 7th വരെ CBSE ആണ് പഠിച്ചത്. അതിനുശേഷം എന്റെ ഇവിടെ തന്നെ നേറ്റീവ് പ്ലേസിലുള്ള ഗവൺമെന്റ് സ്കൂളിലാണ് +2 വരെയും പഠിച്ചത്. +2 ഞാൻ ബയോളജി തന്നെയാണ് ബേസ് ആക്കി എടുത്ത് പഠിച്ചത്. ഓക്കെ. ലിജിയയുടെ ഫാമിലിയിൽ നിങ്ങളുടെ ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആരെങ്കിലും ഉണ്ടോ? അതിനെ കുറിച്ചൊന്ന് പറയാമോ? എന്റെ ഫാമിലിയിൽ ഡിഫൻസ് ആയിട്ട് ആരും വർക്ക് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് മിലിറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നത് ലിജിയയുടെ പാരന്റ് ഡിഫൻസ് ട്രൈ ചെയ്തിരുന്നു അല്ലേ? അതൊന്ന് പറയാമോ? അതിന്റെ ഗ്രാൻഡ് പാരന്റ്, അതായത് ഗ്രാൻഡ് പാരന്റിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ കാലം ആയതുകൊണ്ട് വിട്ടില്ല. പിന്നെ എന്റെ പപ്പ 2 തവണ ഇന്ത്യക്ക് വേണ്ടി ട്രൈ ചെയ്തിരുന്നു. പക്ഷെ ഇന്റർവ്യൂലാണ് പപ്പയും പപ്പേന്റെ ബ്രദറും 2 പേരും പോയായിരുന്നു. പക്ഷെ ഇന്റർവ്യൂ ആണ് 2 പേർക്കും കിട്ടാതെ പോയത്. ഓക്കെ, അപ്പൊ 2 തലമുറകളുടെ സ്വപ്നമാണ് ലിജിയയിലൂടെ പൂവണിഞ്ഞിരിക്കുന്നത് അല്ലേ? യെസ് സർ. ഓക്കെ, വെരി ഗുഡ്. ലിജിയ, മിലിറ്ററി നഴ്സിംഗ് സർവീസ് തിരഞ്ഞെടുക്കുമ്പോൾ ചില കുട്ടികൾ നഴ്സിംഗ് പ്രൊഫഷൻ കാരണമാണ് MNS തിരഞ്ഞെടുക്കുന്നത്. ചില കുട്ടികൾ ഡിഫൻസ് ഫോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ആസ്പിറേഷൻ ആയിരിക്കാം അതിന്റെ റീസൺ. ലിജിയയുടെ കേസിൽ ഏത് ഫാക്ടറാണ് കൂടുതൽ കാരണമായിട്ടുള്ളത്? ഞാൻ ഡിഫൻസ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഡിഫൻസ് എന്നുള്ള ആ ഒരു കാര്യം വരുന്നത് കൊണ്ട്, അതായത് നമുക്കൊരു ഓഫീസർ റാങ്കിൽ വർക്ക് ചെയ്യാം. ആ ഒരു ഇത് ഒരു മിലിറ്ററിയിൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. അതായത് പുറത്തൊരു MBBS കിട്ടുന്ന അത്ര തരത്തിലുള്ള തന്നെ റെസ്പെക്റ്റും നമുക്ക് കിട്ടും. സോ ഡിഫൻസ് എന്നൊരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ MNS ചൂസ് ചെയ്തത്. തീർച്ചയായിട്ടും മിലിറ്ററി നഴ്സിംഗ് വഴി 4 വർഷത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള പഠനത്തിന് ശേഷം ലെഫ്റ്റനന്റ് റാങ്കിൽ ലിജിയക്ക് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗമാകാം. ലിജിയയുടെ പേര് തന്നെ ലെഫ്റ്റനന്റ് ലിജിയ ബെന്നി എന്ന ഫ്യൂച്ചറിലേക്ക് രേഖപ്പെടുത്താൻ പറ്റും. അത് തന്നെയാണ് അതിന്റെ റീസൺ. ശരിയാണ്. ലിജിയ, മിലിറ്ററി നഴ്സിംഗ് സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ആ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് മാതാപിതാക്കളുമായിട്ട് ഷെയർ ചെയ്യും, നമുക്ക് ഇതാണ് ആഗ്രഹം എന്നുള്ളത്. അപ്പോൾ അച്ഛൻ്റെയോ അമ്മേന്റെയോ ഒക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഞാൻ +1 പഠിക്കുമ്പോഴാണ് ഇങ്ങനെ MNS എന്നൊരു കോഴ്സ് ഉണ്ട്, നമുക്ക് ചെയ്യാൻ കഴിയുന്ന മനസ്സിലായത്. അപ്പോൾ ഞാനത് അപ്പൊ തന്നെ എന്റെ വീട്ടിൽ എല്ലാവരും അറിയിച്ചിരുന്നു. അവർക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ +2 കഴിഞ്ഞിട്ട് ഗ്യാപ്പ് തരണം, ഇതിനു വേണ്ടിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്, വേറെ ഒന്നും ഞാൻ നോക്കുന്നില്ല. സോ അവരുടെ കംപ്ലീറ്റ് സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ഇഷ്ടമുള്ള കോഴ്സ് ആയതുകൊണ്ട് പഠിച്ചോളാം. ഓക്കെ, ഗ്രേറ്റ്. ലിജിയ നീറ്റ് റിപ്പീറ്റർ ആണ്. നീറ്റ് വളരെ കഠിനമായിട്ടുള്ള ഒരു പ്രോസസ് ഓഫ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ പ്രോസസ് ഒക്കെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് നമുക്കറിയാം. ലിജിയൊക്കെ എത്രയായിരുന്നു നീറ്റ് സ്കോർ, അതായത് ആദ്യത്തെ 2 തവണകളിൽ? ഫസ്റ്റ് റിപ്പീറ്റിൽ എനിക്ക് 565 ആയിരുന്നു സ്കോർ. ഇപ്പം സെക്കൻഡ് ഇപ്പം റീസെന്റ് കഴിഞ്ഞതിന് 491 ആണ്. ഓക്കെ, അപ്പൊ 491 നീറ്റ് സ്കോർ വെച്ചിട്ട് MNS-ന് CBT എക്സാമിനും ഇന്റർവ്യൂവിനും ക്വാളിഫൈ ആയി. സോ
ലിജിയ നന്നായി തന്നെ MNS CBT എക്സാമും ഇന്റർവ്യൂ സ്കോർ ചെയ്ത് കാണും. അതുകൊണ്ടാണ് ആദ്യത്തെ 220 റാങ്ക് ലിസ്റ്റിൽ ലിജിയ വരികയും ഓൾ ഇന്ത്യ റാങ്ക് 190 കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്തതെന്ന് ആണ് നമുക്കത് മനസ്സിലാക്കുന്നത്. ഓക്കെ, ലിജിയ, പല വിദ്യാർത്ഥികളും നീറ്റ് പരീക്ഷ എഴുതുന്ന സമയം അവര് പിന്നെ മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്ന് പറയുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് അവെയർ അല്ല, അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ ചില ജില്ലകളിലുള്ള കുട്ടികൾക്ക് തീരെ നമുക്ക് ആ നോളജ് അറിയാൻ സാധിക്കാൻ പറ്റാറില്ല. അപ്പോൾ അവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയാണോ എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും സാർ. ഇപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിലോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് അറ്റംപ്റ്റിലോ MBBS കിട്ടാത്ത ഒരാള് അത്രയേറെ പാഷനേറ്റ് അല്ല, എന്നാലും വീണ്ടും അതിന് തന്നെ ശ്രമിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് BDSO അല്ലാത്ത വേറെ ഏത് കോഴ്സിനേക്കാളും ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് MNS ആയിരിക്കും. കാരണം നമ്മുടെ ലൈഫ് തന്നെ അതോട് സെക്യൂർ ആവുകയാണ്. അതെ, ഇവിടെ ഒരു എഡ്യൂക്കേഷൻ പ്ലസ് കരിയർ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനിൽ നമ്മുടെ ലൈഫ് സെക്യൂർ ചെയ്യാൻ സാധിക്കുന്നു. അത് വളരെ ശരിയാണ്. ലിജിയ, അതേപോലെ പല വിദ്യാർത്ഥികളും നീറ്റിന്റെ സമയത്ത് MBBS എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടാണ് തയ്യാറെടുപ്പ് തുടങ്ങുന്നത്. പക്ഷെ അവർക്ക് MBBSന് ചിലപ്പോൾ 600-ന് മുകളിലൊക്കെ 600+ ഒക്കെ നീറ്റ് സ്കോർ ആവശ്യമായി വന്നേക്കാം, പലപ്പോഴും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഗവൺമെന്റ് കോളേജസിൽ അഡ്മിഷൻ എടുക്കാൻ. അപ്പൊ അവരത് നേടാൻ പറ്റാതെ വരികയും അവര് മാനസികമായിട്ട് വളരെ ഡൗൺ ആവുകയും അവര് മെന്റലി ഡൗൺ ആവുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പക്ഷെ മിലിറ്ററി നഴ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് നീറ്റ് സ്കോർ കുറച്ച് കുറഞ്ഞാൽ പോലും നമുക്ക് അതിന് ക്വാളിഫൈ ആയി CBT എക്സാമിന് വേണ്ടിയിട്ട് ക്വാളിഫൈ ആവാം. അപ്പൊ അത്തരം കുട്ടികളുടെ അടുത്ത് പിന്നെ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? നമ്മളിപ്പോ MBBS കിട്ടിയെന്ന് ഓർത്തുകൊണ്ട് ഒരിക്കലും സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഒന്നെങ്കിൽ നമ്മൾ MBBS എന്ന ആ ഒരു ഫീൽഡിനോട് അത്രയും പാഷനേറ്റ്, അത്രയേറെ ഇഷ്ടമാണെങ്കിലാണ് എന്നാലും എന്നാൽ മെഡിക്കൽ ഫീൽഡ് ആയിരിക്കും. അതുകൊണ്ടൊന്നും ഒരാൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം MNS എന്ന് പറയാം, MBBS 5 കൊല്ലം പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ MD ചെയ്യണം, സ്പെഷ്യലൈസേഷൻ ചെയ്യണം. സോ നമ്മുടെ ആ ഒരു നല്ല കാലഘട്ടം അങ്ങ് കഴിഞ്ഞു പോകും. അതുപോലെ നമ്മൾ തന്നെ സക്സസ് ആവാനും നോക്കണം അതോടൊപ്പം. പക്ഷെ ഈ MNSന് കയറി കഴിഞ്ഞാന്ന് വെച്ചാൽ ലൈഫ് സെക്യൂർ ആയി, നമുക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും, സ്റ്റൈപ്പൻഡ് ഉണ്ട്, അപ്പോൾ നമ്മുടെ വേറെ ചെലവുകളൊന്നുമില്ല. സോ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഇത് തന്നെയായിരിക്കും. അതേ റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് MBBSനുള്ള മാർക്ക് കിട്ടുക എന്നുള്ള ആ ഒരു സ്ട്രെസ്സിൽ ഒരിക്കലും പഠിക്കേണ്ട ആവശ്യമില്ല. റിലാക്സ്ഡ് ആയിട്ട് നീറ്റ് പഠിക്കാം. കുറച്ച് മാർക്ക് കുറഞ്ഞാലും MBBSന്റെ അതേ കട്ട് ഓഫിന് വന്നില്ലെങ്കിലും കുറച്ച് കുറഞ്ഞാലും നമ്മൾ വലിയ ടെൻഷൻ ആവണ്ട. അതിനോടൊപ്പം നമ്മൾ CBTക്ക് വേണ്ടി അത്രയേറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടിന്റെയും പ്ലസ് മാർക്കാണ് വരുന്നത്. സോ അതുകൊണ്ട് അതൊരു വിഷയമാക്കേണ്ട, നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് നീറ്റ് പഠിക്കുകയും ചെയ്യാം, ഒപ്പം ഇതിനുള്ള പ്രിപ്പറേഷനും കൊണ്ടുപോകാൻ കഴിയും. വളരെ ശരിയാണ്. റിലാക്സ്ഡ് ആയിട്ട് നീറ്റ് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഓക്കെ, കറക്റ്റ് ആണ്. ലിജിയ ആസ്പയർ ഡിഫൻസിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒരുപാട് മാസങ്ങളായി. ആസ്പയർ ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തത് മുതൽ ലിജിയയുടെ യാത്രയിൽ നമ്മൾ ഉണ്ടായിരുന്നു. ലിജിയയുടെ സക്സസ് സ്റ്റോറിയിൽ ആസ്പയർ ഡിഫൻസ് അക്കാഡമിയുടെ പിന്തുണയെ പറ്റി എന്താണ് പറയാനുള്ളത്, സപ്പോർട്ടിനെ കുറിച്ച്? ഒരു കംപ്ലീറ്റ് സപ്പോർട്ട് തന്നെ തന്നിട്ടുണ്ട്. കാരണം ഒരിക്കലും ഞാൻ ഏറ്റവും വീക്കായ സബ്ജക്റ്റുകളാണ് ഞാൻ ഇവിടെ ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞത്. കാരണം ഞാൻ ഇംഗ്ലീഷിലും ഹിസ്റ്ററിയിലൊക്കെ നല്ല വീക്കാണ്, ഒന്നും അറിയില്ല. സോ ആ ഒരു ക്ലാസ്സുകൾ ഉള്ളതുകൊണ്ടാണ് എനിക്ക് നീറ്റ് സ്കോറും പ്ലസ് ആ ഒരു CBTനെ എന്തെങ്കിലും ഒരു തരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത്. ഓക്കെ, താങ്ക് യു ലിജിയ, താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. അതേപോലെ ലിജിയ, ഞങ്ങളുടെ പ്രോഗ്രാമിൽ MNS 2025 കോച്ചിങ് പ്രോഗ്രാമാണ് ലിജിയ ചൂസ് ചെയ്തത്. അതിൽ MNSന്റെ മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ CBT ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അതിൽ ടെസ്റ്റ് ഓഫ് ജനറൽ ഇന്റലിജൻസ്, ജനറൽ നോളജ്, ജനറൽ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതുപോലെ അതിൽ ഇന്റർവ്യൂ ക്ലാസ്സുകൾ, എസ്പെഷ്യലി മോക്ക് ഇന്റർവ്യൂ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതിൽ മോക്ക് ടെസ്റ്റുകൾ, MNSന്റെ അതേ പാറ്റേണിലുള്ള 10 മോക്ക് ടെസ്റ്റ് സീരീസുകൾ, അതായത് ഏകദേശം 400-ൽ പരം ചോദ്യങ്ങൾ അതിലുണ്ടായിരുന്നു. അപ്പോ ഇതൊക്കെ എങ്ങനെയാണ് ലിജിയയുടെ സക്സസിനെ സ്വാധീനിച്ചതെന്ന് പറയാം? തീർച്ചയായിട്ടും നമ്മുടെ മോക്ക് ടെസ്റ്റുകളൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണെങ്കിലും ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരുപാട് ടോപ്പിക്സും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു തീരെ അറിയാത്ത വിഷയങ്ങളാണ്. അപ്പൊ ഇതെല്ലാം കണ്ടുപോയത് കൊണ്ടാണ് എനിക്കത് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. കാരണം ആ ഒരു സമയത്തിനുള്ളിൽ ഓൾ ടോപ്പിക് കവർ ചെയ്യുന്ന റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരുന്നു.
സോ ഇപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചു അല്ലേ? ടൈം മാനേജ്മെന്റ് സാധിച്ചത്. ഓക്കെ, ഗ്രേറ്റ്. അതേപോലെ ലിജിയ, ഇപ്പോ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഈ മിലിറ്ററി നഴ്സിംഗ് സർവീസ് പോലെയുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എക്സാമിനേഷന്റെ കോച്ചിങ് കൊടുക്കുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എസ്പെർട്ട് ഡിഫൻസ് അക്കാഡമി എപ്പോഴും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സ് ഫീസിലാണ് കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ അഫോർഡബിൾ ആയിരുന്നോ? ക്ലാസ് എല്ലാം അഫോർഡ് ആയിരുന്നു. കാരണം ഞാൻ ഒരുപാട് ഉണ്ടോ എന്നൊക്കെ എല്ലാ അക്കാഡമി അന്വേഷിച്ചു. പക്ഷെ എല്ലായിടത്തും ഇന്ത്യയുടെ കോച്ചിങ്, കേരളത്തിൽ തന്നെയാണെങ്കിലും ഇന്ത്യയുടെ കോച്ചിങ് കൊടുക്കുന്ന സെന്ററുകളും കുറവാണ്. അവിടെ NDA മാത്രമല്ല, MNS എന്നൊരു കാര്യം ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ കണ്ടെത്തിയത്. നോർത്തിലേക്കൊക്കെ നോർത്തിൽ ഒരുപാട് അക്കാഡമികളുണ്ട്. പക്ഷെ അവിടെയൊക്കെ വിളിച്ചു നോക്കുമ്പോൾ ഫീസ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ വരുന്നുണ്ട്. നമ്മൾ ഇവിടെ കൊടുക്കുന്നതിന്റെ ഇരട്ടി എമൗണ്ട് അവിടെ വാങ്ങുന്നുണ്ട്. അതെ, ഓക്കെ. ഈ നമ്മുടെ എസ്പെർട്ട് ഡിഫൻസ് അക്കാഡമിയുടെ MNS 2025 കോഴ്സ് മൂല്യമുള്ളതായിട്ട്, അതൊരു വേർത്തി ആയിട്ട് തോന്നിയോ ലിജിയൊക്കെ? ഓഫ്കോഴ്സ് സാർ, അതുകൊണ്ട് മാത്രമാണ് എനിക്കിത് അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ നീറ്റിന് മാർക്ക് കുറഞ്ഞ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. സോ ആകെ ഡൗൺ ആയി ഇരിക്കുന്നു. പക്ഷെ എന്നാലും പഠിക്കണം എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ ക്ലാസ് കൂടുമ്പോഴാണ് ഉണ്ടായത്. അതിന് വരെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു പോയേനെ. ഓക്കെ. ഇപ്പോൾ നീറ്റ് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സിന്റെ മിലിറ്ററി നഴ്സിംഗ് സർവീസ് എക്സാമിനേഷന്റെ കോച്ചിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് ആസ് എ ഓൾ ഇന്ത്യ റാങ്ക് ഹോൾഡർ ഓഫ് 190 ലിജിയൊക്കെ പറയാൻ സാധിക്കുക? എന്തുകൊണ്ട് നമ്മൾ മിലിറ്ററി നഴ്സിംഗ് സർവീസ് എക്സാമിനേഷന്റെ കോച്ചിങ് അറ്റൻഡ് ചെയ്യണം? കോച്ചിങ് എന്തായാലും ഇപ്പം ഹിസ്റ്ററി, ഇംഗ്ലീഷ്, ഗ്രാമർ അതൊന്നും ഒരു സാധാ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിൽ ഒരിക്കലും അത് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു കോച്ചിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ അത് സഹായിക്കും. നമ്മൾ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കും. അപ്പൊ നമ്മൾ അത്രത്തോളം പാഷനേറ്റും ഹാർഡ് വർക്കും ചെയ്യാമെങ്കിൽ ഒരു കോച്ചിങ് എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. ലിജിയ ബെന്നിക്ക് ഇപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 190 കിട്ടി. ഇപ്പൊ നാട്ടിലൊക്കെയുള്ള ഒരു റിയാക്ഷൻ എങ്ങനെയാണ്? ഫാമിലി ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെയുള്ള ഒരു റിയാക്ഷൻ എങ്ങനെയാണ്? എല്ലാരും ഭയങ്കര നമുക്കിപ്പോ നല്ലൊരു വില തന്നെ ആകെ ഒരു പൊസിഷൻ തന്നെ ചേഞ്ച് ചെയ്യുന്നു പറയാം. എല്ലാരും കാണുമ്പോൾ നമ്മളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ നാട്ടിൽ തന്നെ മീൻസ് എന്റെ ഡ്രീം ഇതാണെന്ന് കുറെ പേർക്കൊക്കെ അറിയാം. അപ്പൊ അത് ഡ്രീം അച്ചീവ് ചെയ്യാന്നുള്ളത് ഏത് ഫീൽഡ് ആണെങ്കിലും ഡ്രീം അച്ചീവ് ചെയ്യാന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും ഒരു നല്ല റെസ്പെക്ട് കിട്ടുന്നുണ്ട് ഇപ്പം. ഓക്കെ, ഗ്രേറ്റ്. ലിജിയ ബെന്നിക്ക് ഇനി നമ്മുടെ എസ്പെർട്ട് ഡിഫൻസ് ഈ സപ്പോർട്ടിനെ കുറിച്ച് ഇപ്പോ ജൂനിയേഴ്സിനോ സുഹൃത്തുക്കൾക്കോ ഫാമിലിക്കൊക്കെ നമ്മുടെ കോച്ചിങ് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായും സാർ. ഇങ്ങനെ ഒരു മിലിറ്ററി എന്ന ഫീൽഡാണ് ഒരു കുട്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, ഗ്രേറ്റ്. ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. പല വിദ്യാർത്ഥികളും നീറ്റ് പരീക്ഷയുടെ ഒക്കെ അവസാന ഘട്ടത്തിലാണ് മിലിറ്ററി നഴ്സിംഗ് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് തുടങ്ങുന്നത്. അപ്പൊ ബേസിക്കലി നീറ്റ് പ്രിപ്പറേഷൻ തന്നെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറ്, MNSന്റെ കോച്ചിങ് പാരലലി നിങ്ങൾക്ക് MNSന്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നീറ്റിന്റെ സ്ട്രെസ് കൂടെ കുറക്കാൻ സഹായിക്കും. അതിനോടുള്ള ഒരു അഭിപ്രായം എന്താണ്? ഇപ്പം ഇതിന് ഒരിക്കലും MBBSന്റെ കട്ട് ഓഫിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാം. റിലാക്സ് ആയി പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ആ ഒരു കട്ട് ഓഫ് എന്നുള്ള ആ ഒരു ചിന്തയെ വേണ്ട. റിലാക്സ്ഡ് ആയിട്ട് പഠിക്കുക. അപ്പൊ തന്നെ റിലാക്സ് ആയിട്ട് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പൊ നല്ല സ്കോർ അച്ചീവ് ചെയ്യാൻ കഴിയും. നീറ്റിന് നല്ല സ്കോർ അച്ചീവ് ചെയ്യും. ഒപ്പം തന്നെ പാരലായിട്ട് ഇതിനുള്ള പ്രിപ്പറേഷനും വളരെ ഒരു ഡെയിലി ഒരു 2 or 3 hours അതിനുവേണ്ടി മാറ്റിവെച്ച് അതും അങ്ങനെ പാരലൽ ആയിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അപ്പൊ അയാൾക്ക് നീറ്റും സ്ട്രോങ് ആയി, CBTയും സ്ട്രോങ് ആയി. അവർക്ക് ഉറപ്പിക്കാം അഡ്മിഷൻ മിലിറ്ററി നഴ്സിംഗ് കിട്ടുമെന്നുള്ളത്. സർവീസ് എന്ന് പറയുന്നത് ഉറപ്പിക്കാം. വളരെ ശരിയാണ് ലിജിയ. വളരെ അഭിമാനകരമായിട്ടുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മിലിറ്ററി നഴ്സിംഗ് 2025 പരീക്ഷയിൽ 190 റാങ്ക് വാങ്ങിയിട്ട് ഇപ്പൊ നിൽക്കുകയാണ്.
ഇനി വരാനിരിക്കുന്ന കുട്ടികൾക്ക്, അതായത് ലിജിയ ബെന്നിയുടെ ജൂനിയേഴ്സിന്, മിലിറ്ററി നഴ്സിംഗ് സർവീസ് സ്വപ്നം കാണുന്നവർക്ക്, ഇപ്പോ കമാൻഡ് ഹോസ്പിറ്റൽ ബാംഗ്ലൂരിലാണ് ലിജിയക്ക് സെലക്ഷൻ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ AFMC, കമാൻഡ് ഹോസ്പിറ്റൽ ബാംഗ്ലൂരൊക്കെ ലക്ഷ്യം വെക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള ആ ഒരു മെസ്സേജ് എന്താണ്? അതിനിറങ്ങുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് അച്ചീവ് ചെയ്യുക. കാരണം നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. കാരണം അവര് ഇത് അച്ചീവ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ ഫാമിലിയെയും കൂടി അവർക്ക് ഇതാക്കാൻ കഴിയും. കാരണം എനിക്ക് 3 ബ്രദേഴ്സ് ആണ്. ഇപ്പൊ എന്റെ പാരന്റ്സിന് അത്യാവശ്യം ഏജ് ഉണ്ട്. അപ്പൊ ഇവരെ 3 പേരെ നോക്കേണ്ടത് എന്റെയും കൂടി ഒരു ഇതാണ്. അപ്പം ഞാൻ ലൈഫ് സെക്യൂർ ആണ്, ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ പോകുന്നു. സോ എനിക്ക് എന്റെ ബ്രദേഴ്സിന്റെ കാര്യം നോക്കാം. അപ്പൊ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബെസ്റ്റ് കരിയർ ഓപ്ഷൻ തന്നെയായിരിക്കും ഇത്. ഓക്കെ, ഗ്രേറ്റ് ലിജിയ. ലിജിയ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മെസ്സേജ് കൂടിയാണ് പറഞ്ഞത്. അതായത് ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് എന്റെ സഹോദരങ്ങളെ നോക്കണം, അച്ഛന്റെയും അമ്മേന്റെയും റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാൻ ലിജിയ ഈ പ്രായത്തിൽ കാണിക്കുന്ന ആ ഒരു മനസ്സ് തന്നെയാണ് ലിജിയയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും വ്യക്തമാക്കുന്നത്. ലിജിയക്ക് കമാൻഡ് ഹോസ്പിറ്റൽ ബാംഗ്ലൂരിലേക്കാണ് അഡ്മിഷൻ ലഭിച്ചത്. 4 വർഷത്തെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മിലിറ്ററി നഴ്സിംഗ് പഠനം ആശംസിക്കുന്നു ലിജിയക്ക്. ഒരു ഓൾ ഇന്ത്യ റാങ്ക് ഹോൾഡർ ആയിട്ട് അവിടുന്നും പുറത്തു വരാൻ സാധിക്കട്ടെ ലിജിയക്ക് എന്ന് വിഷ് ചെയ്യുന്നു. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. കം ഔട്ട് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് ലിജിയ ബെന്നി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.